ഹായ് ഓൾ, എൻ്റെ പേര് ശ്രീഹരി. കഴിഞ്ഞ ദിവസം വന്ന ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ 6th റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിയാണ്. മൾട്ടിപ്പിൾ എക്സാംസിന് അതിൻ്റെ കൂടെ ജോലിയും കൂടി ഉണ്ടായതുകൊണ്ട് ഡെയിലി അപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, ട്രെയിനിലാണ് ട്രാവലിങ്. അപ്പോഴെല്ലാം ഇതെല്ലാം മെയിൻലി വെല്ലുവിളികളായിരുന്നു. ഒന്ന് സമയം, 2 ജോലി, പിന്നെ മൾട്ടിപ്പിൾ എക്സാംസിൻ്റെ ഒരു സിലബസ് കവർ ചെയ്യുന്നതിൻ്റെ ഒരു ടാസ്കും. അപ്പോൾ ഇതിന് മെയിൻലി നമ്മൾ ഇതൊക്കെ ഓവർകം ചെയ്തത് ഏണസ്റ്റിൻ്റെ നോട്ട്സ് ഉണ്ടായിരുന്നു, PDF നോട്ട്സ്. അത് ട്രാവൽ ചെയ്യുമ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോഴും എല്ലാം നമ്മുടെ മൊബൈലിൽ കിട്ടും. അത് വായിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ടൈം പീരീഡിനെ ഞാൻ ഓവർകം ചെയ്യാൻ ഉപയോഗിച്ച രീതി അതായിരുന്നു. ഹായ് ഓൾ, എൻ്റെ പേര് ശ്രീഹരി. കഴിഞ്ഞ ദിവസം വന്ന ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ 6th റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിയാണ്. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്നും 2019 പാസ് ഔട്ടായ വ്യക്തിയാണ് ഞാൻ. നിലവിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 2nd ഗ്രേഡ് ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ആദ്യത്തെ എക്സാം അല്ലായിരുന്നു, കാരണം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരത്തെ PSC എക്സാംസ് എഴുതുന്നുണ്ടായിരുന്നു. 2020 സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാം പ്രിപ്പറേഷൻ പോളിടെക്നിക് ലെക്ചറിന് വേണ്ടി മാത്രമായിരുന്നില്ല. മെക്കാനിക്കൽ ആസ്പിറൻസിന് ഒരുപക്ഷെ ഈ ഒരു കാലയളവിൽ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റീസ്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അതേപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇറിഗേഷൻ, ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ലെക്ചർ ഇൻ പോളിടെക്നിക്, അങ്ങനെ മെക്കാനിക്കലിൻ്റെ കോമൺ എക്സാംസ് എല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ലെക്ചർ ഇൻ പോളിടെക്നിക്കിനകത്ത് മെയിൻലി ഫോക്കസ് ചെയ്തു, കാരണം അതൊരു ഡ്രീം പോസ്റ്റ് ആണല്ലോ എല്ലാവരുടെയും. ഡ്രീം പോസ്റ്റിലേക്ക് എന്തായാലും കുറച്ചധികം എഫേർട്ട് ഇട്ടിരുന്നു. എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, മൾട്ടിപ്പിൾ എക്സാംസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ഓരോ എക്സാമിനും സിലബസും കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിത്തിൻ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ തീർക്കുക എന്നുള്ളത്, അതിൻ്റെ കൂടെ ഞാൻ വർക്കിംഗ് കൂടി ആയിരുന്നു. ഇപ്പോൾ ഡെയിലി ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ കൂടെ പ്രോപ്പർ റിവിഷൻ. പോളിടെക്നിക്കൽ ലെക്ചറിലാകുമ്പോഴത്തേക്കും നമുക്ക് ഇൻ അഡീഷൻ ടു മെക്കാനിക്കലിൻ്റെ ഒരു ടോപ്പിക്ക് കൂടാതെ ജനറൽ ടോപ്പിക്സും കൂടി കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻസിൽ ഇതൊക്കെയായിരുന്നു മെയിൻലി നേരിട്ട വെല്ലുവിളികൾ. ഒന്ന് ടൈം, റിവിഷൻ, പിന്നെ ജോലിയുടെ കൂടെയുള്ള പ്രിപ്പറേഷൻ. അപ്പോൾ ഇതിന് ടൈം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. തയ്യാറെടുപ്പിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ എക്സാംസ്, അതിൻ്റെ കൂടെ പോളിടെക്നിക്കിൽ വരുമ്പോൾ മെയിൻലി സിലബസിൽ ഞാൻ ചെയ്തത് ഓവർലാപ്പിംഗ് ഏരിയാസ് ഫസ്റ്റ് ഷോർട്ട് ഔട്ട് ചെയ്തു. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു സബ്ജക്റ്റിൽ കോമൺ ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ FM തന്നെയാണെങ്കിലും FM-ൻ്റെ കുറേ ടോപ്പിക്സ് ഉണ്ട്. അതിപ്പം പല എക്സാം ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ചിലപ്പം ബേസിക്സ് ആയിരിക്കും, ചിലപ്പോൾ ഫണ്ടമെൻ്റൽ, ചിലപ്പം ലെവലിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൺസെപ്റ്റ്സ് എപ്പോഴും സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചെയ്തത് ഈ മൾട്ടിപ്പിൾ സിലബസ്, അതേപോലെ ലെക്ചറിൻ്റെ ആണെങ്കിലും മെക്കാനിക്കൽ പോർഷൻസ് ഫസ്റ്റ് കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഒരു ടാസ്ക്. അത് എൻ്റെ ഒരു ഷെഡ്യൂളുമായിരുന്നു. കാരണം ജോലിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ ഏർലി മോർണിംഗ്സ്, പിന്നെ ഓഫീസിൽ നമ്മുടെ ട്രാവലിംഗ് ടൈം, ഇതിനിടയ്ക്കൊക്കെ ഉള്ളൊരു ഷെഡ്യൂൾസ് ആയിരുന്നു. അപ്പോൾ റിവിഷനും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം സിലബസ് സ്പ്ലിറ്റപ്പ് ചെയ്ത് പ്രോപ്പർ ടൈമിൽ ഈ സിലബസ് കവർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇൻ അഡീഷൻ ടു ദാറ്റ് പിന്നെ ഈ അഡീഷണൽ ടോപ്പിക്സ്, മെക്കാനിക്കൽ ടോപ്പിക്സ് അല്ലാത്ത അലയർ ടോപ്പിക്സ്, അതായിരുന്നു ഒരു കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്ന ഒരു ഏരിയ. അതിനുവേണ്ടിയും കുറച്ചധികം ടൈം മാറ്റി വെച്ചിരുന്നു. റാങ്ക് മേക്കിംഗ് ടിപ്സ്, അത് റാങ്ക് മേക്കിങ്ങിന് അങ്ങനെ ടിപ്സായിട്ട് പറയല്ല, ഇറ്റ്സ് പ്യൂർലി ഹാർഡ് വർക്ക്. അതായത് നമ്മൾ സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യണം. ഇപ്പോൾ ഏത് എക്സാം ആണെങ്കിലും സിലബസ് നമ്മൾ അതിനകത്ത് ഒരു ടോപ്പിക്ക് പോലും വിടാതെ പറ്റുമെങ്കിൽ കംപ്ലീറ്റ് കവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് തമ്പ് റൂൾ. അതിനുശേഷം മാക്സിമം റിവിഷൻ സിലബസ് കവർ ചെയ്യുക കംപ്ലീറ്റ്, പിന്നെ റിവൈസ് ചെയ്യുക. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് ഇതിനകത്തൊരു കീ റോളാണ്. സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ കുറേ പഠിക്കും. ഞാനും ആദ്യം കാണിച്ചൊരു മിസ്റ്റേക്ക് അതായിരുന്നു. ഇപ്പം എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു, ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ കാണിച്ചൊരു മിസ്റ്റേക്ക്, ടോപ്പിക്സ് നമ്മൾ സിലബസിനനുസരിച്ച് കവർ ചെയ്ത് പോകും. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാനോ അത് പ്രോപ്പർ റിവിഷൻ ചെയ്യാനോ വിട്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ കുറേ എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറേയൊക്കെ പഠിച്ചെടുക്കണം. അപ്പം പ്രോപ്പർ റിവിഷൻ വേണം കറക്റ്റായിട്ട്. റിവിഷൻ അത് നമ്മൾ കൃത്യമായ ഷെഡ്യൂൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ റിവിഷന് പ്രോപ്പർ ടൈം കണ്ടുപിടിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ എക്സാംസ് പരമാവധി മോക്ക് ടെസ്റ്റ്, എത്രത്തോളം മോക്ക് ടെസ്റ്റ് ചെയ്യാമോ അത്രത്തോളം നമുക്ക് എക്സാം ടൈമിൽ, പ്യുവർ എക്സാം ടൈമിൽ നമുക്ക് അത്രത്തോളം ബെനിഫിറ്റ് ആണെന്നാണ് എൻ്റെ ഒരു അനുഭവം. ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, സബ്ജക്റ്റ് നമ്മളിപ്പോൾ ഏതൊരു എക്സാമിനാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. അതിന് ഫസ്റ്റ് സിലബസ്, നമ്മളിപ്പോൾ സിലബസ് ഔട്ടാവുന്നതിന് മുന്നേ ചിലപ്പോൾ നമുക്കൊരു ഔട്ട്ലൈൻ ഉണ്ടാവും മുന്നേ നടന്ന എക്സാമുകളുടെയോ. അപ്പം അത് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ അതിന് നമ്മൾ ഒരു ഹാർഡ് കോപ്പി പ്രിൻ്റ് എടുക്കുക. അതിനുശേഷം ടോപ്പിക്ക് കവർ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് തന്നെ പോവുക. ടോപ്പിക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാതെ പരമാവധി അതിൽ ടിക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഞാൻ ഫോളോ ചെയ്തൊരു മെത്തേഡ് അതായിരുന്നു. സിലബസ് പ്രോപ്പർ ടിക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് വിട്ടു പോകുന്നുണ്ടോ ഇല്ലയോ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും.
അതിന് കൂടെ അതിനകത്ത് കിട്ടാത്ത ചില ടോപ്പിക്സുകളുണ്ട്. പരമാവധി ആ ഓരോ സമയം ഉണ്ടെങ്കിൽ അതൊരു നമുക്ക് പ്രിപ്പറേഷൻ്റെ ഒരു ഫേസ് പോലെ ഇരിക്കും. അത്യാവശ്യം നല്ല ടൈം എടുത്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ടോപ്പിക്സിനെ പറ്റി പരമാവധി നമ്മൾ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു എക്സാം പ്രിപ്പറേഷൻ അല്ല. അപ്പം മാക്സിമം അതിനെ മനസ്സിലാക്കുക. കാരണം എഞ്ചിനീയറിംഗ് ആകുമ്പോഴത്തേക്കും കൺസെപ്റ്റ്സ് കൂടുതലാണ്. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ടാക്കിൾ ചെയ്യാൻ കുറച്ച് കോൺഫിഡൻസ് കൂടുതൽ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതിനകത്ത് പിന്നെ ചെയ്യാനുള്ളത് റിവിഷനാണ്. റിവിഷന് ഷോർട്ട് നോട്ട്സ് ഉപയോഗിക്കുക പരമാവധി നമ്മൾ. കാരണം ഒരു നോട്ടും ഒരു വലിയ സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് എടുക്കുകയാണ്. ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഒരു വലിയൊരു വാസ്റ്റ് ഏരിയയാണ്. അതൊരിക്കലും ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് നോട്ട് വായിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കുക. ഷോർട്ട് നോട്ട് പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ ബൈ ഹാൻഡ് എഴുതി ഉണ്ടാക്കുക. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ചിലപ്പോഴൊക്കെ നമ്മൾ ഷോർട്ട് നോട്ട് എഴുതി പോകുമ്പോഴത്തേക്ക് അത് ലോങ് നോട്ടായി പോകലുണ്ട്. അത് എനിക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനൊരു മാർഗ്ഗം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ പല ആപ്ലിക്കേഷൻസും പല സോഴ്സസും ഉണ്ട്. ഇപ്പോൾ ഏണസ്റ്റിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. നമ്മൾ എത്ര ടോപ്പിക്ക് കവർ ചെയ്താലും ചില ക്വസ്റ്റ്യൻസ് നമുക്ക് മോക്ക് ടെസ്റ്റിൽ നിന്ന് മാത്രമായിരിക്കും കൺസെപ്റ്റ് കിട്ടുക. അത് നമ്മളതിൽ നോട്ട് ചെയ്ത് വെക്കണം. കാരണം അത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സോൾവിങ് ജസ്റ്റ് ചെയ്ത് വിടലല്ല, അത് മറിച്ചൊരു ലേണിംഗ് പ്രോസസ്സാക്കി എടുക്കുക ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്. അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ 1.5 മണിക്കൂർ 2 മണിക്കൂറുള്ള ഒരു എക്സാം ടൈമിൽ നമുക്ക് മാക്സിമം അത് ഫ്രൂട്ട്ഫുൾ ആയിട്ടും റിസൾട്ടായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഏണസ്റ്റിൻ്റെ കോച്ചിങ്ങിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാൻ വർക്കിംഗ് ആയിരുന്നു. അപ്പം എക്സാമിനോട് അടുത്ത് കുറച്ച് നാൾ ലീവ് എടുത്തു എന്നൊരു ഒഴിച്ചു വെച്ചാൽ ഒരു ഭൂരിഭാഗം നമ്മുടെ പ്രിപ്പറേഷൻ ടൈമും ജോലിയുടെ ഒപ്പം തന്നെ ആയിരുന്നു. അപ്പോൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും റെക്കോർഡർ ക്ലാസ്സും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് PDF അപ്ലോഡ് ചെയ്തതായിരുന്നു. നോട്ടിൻ്റെ PDFs ഞാൻ ഇപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ഫോണിൽ സ്ക്രോൾ ചെയ്യുന്ന രീതിയിൽ അത് വായിക്കലുണ്ടായിരുന്നു. അത് നല്ലപോലെ ഉപകാരപ്പെട്ടു. പിന്നെ മോക്ക് ടെസ്റ്റുകളും വളരെ യൂസ്ഫുള്ളായിരുന്നു. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ആ നോട്ട്സ് എനിക്ക് ഉപകാരപ്പെട്ടു. ആ നോട്ട്സ് വായിക്കുമ്പോൾ ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പോയി സോൾവ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെത്തേഡ്. ആ ഒരു കാര്യത്തിൽ ഏണസ്റ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത് സിലബസ് കവർ ചെയ്യുക. സിലബസ് പ്രോപ്പറായിട്ട് നമ്മൾ കവർ ചെയ്യുക. റിവിഷൻ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോവുക. ടെസ്റ്റ് സീരീസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്രത്തോളം ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാമോ അത്രത്തോളം നമ്മുടെ കോൺഫിഡൻസ് കൂടും. എക്സാമുകൾക്ക് കോൺഫിഡൻസിൻ്റെ റോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത്രയേറെ ആഗ്രഹിക്കുക. എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുന്ന ടൈം നമ്മൾ ഒരു ടൈം പോലെ നമ്മൾ ആ ഒരു എക്സാം കഴിയുന്നത് വരെ പരമാവധി ഉപയോഗപ്പെടുത്തുക. കിട്ടുന്ന ഓരോ ഒഴിവ് സമയങ്ങളും നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നത് അത്രത്തോളം നമുക്ക് എക്സാമുകളിൽ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.